ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ബുക്ക് ക്ലബ് മീറ്റിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. എന്നൊരു ചേട്ടൻ റെഫർ ചെയ്താണ് ഇവിടെയുള്ള ഒരാൾ. സോ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ഇത് ക്യാൻസൽ ചെയ്ത് വിട്ടായിരുന്നു. കുറേ ദൂരെ ഒരു വേറൊരു കഫേയിലാണ് പോകാൻ പറ്റില്ല പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവർ ഇത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ പോവാം, പുതിയ ആൾക്കാരെ കാണാം. ഇങ്ങനെ മെയിൻലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അവർ അക്കോർഡിംഗ് ടു ദ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പോകുന്നു, എല്ലാവരും മീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ചെറിയൊരു ഗെയിം ഉണ്ടാവും. പിന്നെ നമ്മൾ കറൻ്റ്ലി റീഡ് ചെയ്യുന്ന ബുക്കിനെ കുറിച്ച് പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുക്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ നിന്ന് എൻ്റെ നമുക്ക് ഒക്കെ കിട്ടും. ബുക്ക് അങ്ങോട്ട് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ വേറെ എന്താ, പിന്നെ ഒരു 30 മിനിറ്റ്സ് എല്ലാവരും ഇരുന്ന് സംസാരിക്കും. അതാണ് അവർ പറഞ്ഞത്. ഞാൻ ഓഫാണ്, സൺഡേ ആണ്. എനിക്ക് നല്ലോണം ഫസ്റ്റ് ഓഫ് ഓൾ ലേറ്റായി. സോ ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബുക്ക് ദ ആർട്ട് ഓഫ് ബീങ് അലോൺ. ആരെങ്കിലും ഇൻട്രോവേർട്സ് ആയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രോവേർട്ട്, ഒരു പകുതിയത്തും എക്സ്ട്രോവേർട്ടാനും കുഴപ്പമില്ല. പിന്നെ ടു ഗുഡ് ടു ബി ട്രൂ. പിന്നെ ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്. ഇത് നൈസാണ്, പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇവിടെ കുറച്ച് ഇങ്ങനെ ആയതാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ ഒരു ഓക്കെ വേണ്ട ഇതായിട്ട്. ലെറ്റ്സ് ഗോ. ഹായ്, ഓൾമോസ്റ്റ് ഞാനിവിടെ എത്താനേ ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഒടുക്കത്തെ വെയില കണ്ടോ, ഒരു രക്ഷയില്ല. നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ജോലിയൊക്കെ നോക്കി ഇങ്ങോട്ട് ഇറങ്ങുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ഇറങ്ങണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് ഇവിടെ ജോലി കുറച്ച് കുറവാണ് ഇപ്പം. രണ്ടാമത്തെ കാര്യം ഇതാ ഈ വെയിലത്ത് നടക്കേണ്ടി വരും. അയ്യോ ഒട്ടും വയ്യ. എനിക്കാണെങ്കിൽ സ്ട്രെസ്സാവുന്നു. 12 മണിന്നാണ് പറഞ്ഞത്, ഇപ്പോൾ 11:57 എനിക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം. എനിക്കിതൊരു ഭയങ്കര സ്ട്രെസ്സുള്ള കാര്യമാണ്. ചിലപ്പോൾ 12 മണിക്ക് ആരും എത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് അവിടെ 12 മണിക്ക് തന്നെ എത്തണം. ഡ്യൂട്ടിക്ക് പോലും ഇങ്ങനെയാണ്. 10 മണി എന്ന് പറയുമ്പോൾ 10 മണിക്ക് എൻ്റെ സിസ്റ്റത്തിൽ ഉണ്ടാവണം. ചിലപ്പോൾ ഒരു 10:03 10:05 വരും എന്ന് പറയത്തൊന്നുമില്ല അവിടെ, പക്ഷേ ഇനി അത് സ്ട്രെസ്സാണ്. കിട്ടി. അങ്ങനെ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. എൻ്റെ ബുക്ക് ക്ലബ് മീറ്റൊക്കെ കഴിഞ്ഞു. ഫൈനലി ഐ എം ബാക്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 o'clock ആവാനായി. നല്ല രസമായിരുന്നു. അതായത് കുറേ പേര് വന്നു, അവരുടെ കയ്യിലിരിക്കുന്ന ബുക്സ് വന്നു, അവർ ബുക്സിനെ കുറിച്ച്, അവർ വായിച്ച ബുക്സിനെ കുറിച്ച് സംസാരിച്ചു. പല ജോണറി വായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആ ബുക്കിനെ കുറിച്ച് കേട്ടു. നൈസായിരുന്നു. ഐ ഹോപ്പ് ഞാൻ അവരെയൊക്കെ വീണ്ടും മീറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ ആകെ 2 ബുക്കല്ലേ കൊണ്ടുപോയുള്ളൂ, എനിക്ക് കൊടുക്കാൻ മടിയായിട്ട്. പക്ഷേ ഇത്ര തിരിച്ചിട്ടേന്നറിയാം. ഇത് കഫ്കയുടെ ഒരു ബുക്കാണ്, മെറ്റാമോർഫിസ് എന്ന് പറഞ്ഞിട്ട്. ഇതെനിക്കിഷ്ടം, ഇതെനിക്ക് വായിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടി. പിന്നെ ഇത് ഞാൻ ചുമ്മാ എടുത്തതാണ്, ദ പീക്ക് പെർഫോമൻസ് വുമൺ എന്ന് പറഞ്ഞിട്ട്. ഇത് കുറച്ച് നൈസായിട്ട് തോന്നി. ഇത് കണ്ടോ, അവർ തന്നവരുടെ പേര് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി വെക്കും, കണ്ടോ, നൈസല്ലേ. പിന്നെ എൻ്റെ സ്വന്തം ബുക്കാണ്. ഇത് ഗെറ്റ് എന്താ പറയുക, എൻ്റെ കറണ്ട് റീഡ്. അപ്പോൾ അവിടെ വന്ന 2 പേര് എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ട് ബുക്സ് മാർക്ക് കൊണ്ടുവന്നു. ഇത് കണ്ടോ, ബുക്ക് മാർക്ക് ചെസ്സിൻ്റെ കാണുന്നുണ്ടോ ഇത്. പിന്നെ ഇത് ഏതോ ഒരു പെയിൻ്റൊക്കെ പേര് അവർ പറഞ്ഞു, അത് നൈസല്ലേ. ഭയങ്കര സോ സ്വീറ്റ് ഓഫ് ദം. ഞാനൊക്കെയാണെങ്കിൽ എൻ്റെ എല്ലാ ബുക്കിലും വെക്കും, കൊടുക്കില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരു പെണ്ണ് കുറേ ഒരു പെണ്ണല്ല, ഒരു ചേച്ചി കുറേ ബുക്സ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടു പറഞ്ഞാൽ എല്ലാവരും എടുത്തോളാൻ പറഞ്ഞു. അവരെങ്ങനെ അങ്ങനെ ബുക്സ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവർ പറഞ്ഞാൽ അവർ അണ്ടർലൈൻ ചെയ്യില്ല ഒരു ബുക്കിലും, അവരൊന്നും അവർ മടക്കുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു, എനിക്ക് മടക്കുന്ന ഇഷ്ടമല്ല. അത് മടക്കാൻ പറഞ്ഞാൽ ഈ ബുക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ മുട്ടക്കി വെക്കില്ലേ, ഞാൻ ഒരിക്കലും ചെയ്യില്ല അത്. ഓക്കെ, ഇത് അവരുടെയാണ്, അല്ല ഇത് സോറി, ഇതെൻ്റെയാണ്. നൈസായിരുന്നു ആക്ച്വലി. ഇത് പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് കണ്ടിട്ടുണ്ടാവും ഈ ഓത്തറിൻ്റെ ബുക്സ്. ഡാഡയാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. ഇത് ചേച്ചി കൊണ്ടുവന്നതാണ്, ദ ലോക്ക് ഡോർ എന്ന് പറഞ്ഞിട്ട്. ഇവരെ അറിയോ, ഫ്രിഡ. ഇതൊരു ഭയങ്കര ഫേമസ് ഓത്തറാണ്. ഇവരുടെ എല്ലാ ബുക്കും അടിപൊളിയാണെന്നും അവർ പറഞ്ഞു. ഓക്കെ, സോ പിന്നെ ഉള്ളത് ആൻ ക്ലീവ്സ്, ദ ഹീറോയിൻസ് ക്രൈ ബുക്ക്. കൊള്ളാം. അവരൊക്കെ ഓരോരോ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഞാൻ ഇത്രയൊന്നും വായിച്ചിട്ടേ ഇല്ലല്ലോ, എന്തോ ഒരു ബുക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് പറയണേ. ഇറ്റ്സ് റിയലി നൈസ്. ആൾക്കാർ പറ്റിയിരിക്കാൻ അവിടെ ഒരു കഫേ ആയിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്ട്സ് ആയിട്ട് ഇടാമേ. നല്ല നൈസായിരുന്നു. പോയി നമ്മളൊരു ഓൾറെഡി മോഹിറ്റോ, കുറേ പേര് കോഫി അടിച്ചു പോകും, അങ്ങനെയൊക്കെ നൈസായിരുന്നു ആക്ച്വലി. വായിക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ നമുക്ക് വേണമെങ്കിൽ വായിക്കും ചെയ്യായിരുന്നു. പക്ഷേ ലഞ്ച് കഴിച്ചില്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തിച്ചു വന്നു. അങ്ങനെ കുറേ ബുക്ക് കിട്ടി. സോ ഒരു ബുക്ക് ക്ലബിലേക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. റൂസ് റിയലി ഗുഡ്. ഹോപ്പ് ഞാൻ വീണ്ടും പോകും. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുക്കും. ഓക്കെ, ഇത്രയും എനിക്ക് വായിക്കാനുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കുറച്ച് ബുക്ക് വരുന്നുണ്ട്, സോ എല്ലാം കൂടെ വായിച്ച് തീർക്കണം. അപ്പോൾ ശരി, അത്രയുള്ളൂ. നിങ്ങൾ ഇവിടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.